നിയമലംഘനങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് സവാരി. വിവാദങ്ങൾക്കൊടുവിൽ വാഹന ഉടമയായ മലപ്പുറം സ്വദേശി സുലൈമാനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കാൻ വിട്ടുനൽകിയതുൾപ്പെടെ 9 കുറ്റങ്ങൾ ചുമത്തി. 45,500 രൂപ പിഴയും അടക്കണം. വാഹനത്തിന്റെ RC സസ്പെൻഡ് ചെയ്യാനും മോട്ടോർ വാഹന വകുപ്പ് ശുപാർശ ചെയ്തു. അതേസമയം നിയമലംഘനത്തിൽ ആകാശ് തില്ലങ്കേരിക്കെതിരെയും നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിനോട് നിർദ്ദേശിച്ചു. നിരവധി ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടയാളാണ് ഈ നിയമലംഘനവും നടത്തിയിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ജീപ്പ് യാത്രയുടെ ദൃശ്യങ്ങൾ ഹൈക്കോടതിയിൽ പ്രദർശിപ്പിച്ച ശേഷമാണ് ഇതിലെന്ത് നടപടിയെടുത്തുവെന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചോദിച്ചത്. വയനാട് പനമരത്തുകൂടി തുറന്ന ജീപ്പിൽ നടത്തുന്ന സവാരി ആകാശ് തില്ലങ്കേരി തന്നെയാണ് റീൽസാക്കി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ഇത് വാർത്തയായതോടെ പോസ്റ്റ് പിൻവലിച്ചു. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങിയതിന് പിന്നാലെയാണ് ഹൈക്കോടതി ഇടപെടലും വന്നത്. ഇതിൽ മാത്രമല്ല, നിയമലംഘനം നടത്തുന്ന സ്റ്റേജ് ക്യാരേജുകൾക്കെതിരെ വീണ്ടും നടപടി കർശനമാക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ, അലങ്കാര ലൈറ്റുകൾ, ബസ്സുകളിലെ വലിയ ശബ്ദ സംവിധാനങ്ങൾ എല്ലാം പിടിച്ചെടുക്കാനാണ് ഉത്തരവ്. മാതൃഭൂമി ന്യൂസ്, വയനാട്, കൊച്ചി.